KSRTC ബസ്സിലെ വനിതകളുടെ സൗജന്യ യാത്രയിൽ അന്തിമരൂപം ഉടനുണ്ടാകും. ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണെന്നാണ് സൂചന. മന്ത്രിസഭായോഗത്തിൽ മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഈ മാസം 15 മുതൽക്കാണ് സൗജന്യ യാത്ര ആരംഭിക്കുക. PM ശ്രീയിലും ഗവർണറുടെ നിലപാടുകളിലും സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് ആകാംക്ഷ. സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്കിലും സർക്കാർ നിലപാട് എന്തെന്നറിയാം. മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനം ഉടനെ ഉണ്ടാകും. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടക്കാനിരിക്കുന്നു. അത് 15-ാം തീയതി മുതലുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും നേരത്തെ ഗതാഗത മന്ത്രിയും വ്യക്തമാക്കിയതാണ്. ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതീക്ഷിക്കാമോ? അതുകൂടാതെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് റോഷിബാൽ? സ്മൃതി, 15-നാണ് KSRTC ബസ്സിൽ നേരത്തെ UDF തീരുമാനിച്ച പ്രകാരം വനിതകൾക്ക് സൗജന്യ യാത്ര അതിന്റെ തുടക്കമാണ്. നേരത്തെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും വിളിച്ച യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചക്കൊടുവിലാണ് ഓർഡിനറി ബസ്സിൽ ആദ്യത്തെ 100 ദിവസം യാത്ര എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നഷ്ടത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പിന്നീട് ഒരു പക്ഷേ സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള മറ്റ് KSRTC ബസ്സുകളിലെ യാത്രയെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അതിൽ ഒരു അന്തിമ തീരുമാനം ഏതൊക്കെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര വനിതകൾക്ക് അനുവദിക്കുക എന്നതിൽ തീരുമാനം ഇന്ന് ഉണ്ടാകേണ്ടതാണ്. ഇന്ന് ഔട്ട് ഓഫ് അജണ്ടയിലാണ്. അജണ്ടയ്ക്ക് പുറത്താണ് ആ തീരുമാനം, ആ ചർച്ച വരാൻ സാധ്യത. കാരണം KSRTCക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഓർഡിനറി ബസ്സിൽ യാത്ര അനുവദിച്ചാൽ തന്നെയുണ്ട്. ഒരു വർഷം ഏതാണ്ട് 700 കോടി രൂപയിലധികം ബാധ്യത വരുന്നുണ്ട്. അതങ്ങനെ നികത്താൻ കഴിയും എന്നതാണ്. കാരണം സംസ്ഥാനത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനു പുറമെ ഗ്രാന്റ് കൂടി KSRTCക്ക് ഈ കാര്യത്തിൽ എങ്ങനെ കണ്ടെത്തും നൽകാൻ വേണ്ടി എന്നതടക്കം ആലോചിക്കുന്നുണ്ട് സർക്കാർ. നഷ്ടം എങ്ങനെ നികത്തും എന്നത് പ്രധാനവുമാണ്. അതിനൊപ്പം മറ്റു പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് വളരെ ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിരുന്നുള്ളൂ, തീരുമാനമെടുത്തിരുന്നുള്ളൂ. അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റിൽ കൂടുതൽ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ മറ്റ് വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് മാധ്യമ വിലക്കാണ്. മാധ്യമ വിലക്ക് നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായപ്പോൾ അന്ന് ചോദ്യം ചെയ്ത പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇന്ന് മുഖ്യമന്ത്രിയായ VD സതീശൻ കൂടിയാണ്. അത് ഇതേ മാധ്യമ മുറിയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ VD സതീശൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലക്കെന്നും ആ വിലക്ക് നീക്കുമോ എന്ന കാര്യത്തിലുള്ള ഉത്തരം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കുള്ള സന്ദർശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. നേരത്തെ സന്ദർശനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ളതുപോലെ നിയന്ത്രണങ്ങളില്ലാത്തൊരു തരത്തിലായിരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു സമയക്രമമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഒരുപക്ഷെ അനിയന്ത്രിതമായി ഒഴുകിയെത്തുന്നു. ഈ സെക്രട്ടേറിയറ്റിലേക്ക് പൂർണ്ണമായും വിലക്കുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നു. അപ്പോൾ അതിനൊരു നിയന്ത്രണം വയ്ക്കുന്നു. മുഖ്യമന്ത്രിക്കടക്കം ജോലി ചെയ്യുന്നതിന് ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര മണി മുതൽ എത്ര മണി വരെ മുഖ്യമന്ത്രി ഉണ്ടാകും, ജനങ്ങളെ കാണുന്നുള്ള സമയം കൂടി കൃത്യമായി നിശ്ചയിച്ചിരിക്കുക. അങ്ങനെയൊരു ക്രമീകരണമാണ് അതിൽ എന്നൊരു വിശദീകരണമാണല്ലോ ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ, അതോ അതിലും ഈ നിയന്ത്രണമാണോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ നിന്നും ഈ സർക്കാരിലും ഒരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാനാകുമോ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ സർക്കാരും ഇപ്പോൾ ഏർപ്പെടുത്തിയ, അന്ന് പിണറായി വിജയൻ സർക്കാർ എന്തൊക്കെ നിയന്ത്രണങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ സമാനമായ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് VD സതീശൻ സർക്കാർ ചെയ്തത്. അതിന് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് അറിയിപ്പുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുന്നു എന്നൊരു പ്രഖ്യാപനം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനി പിണറായി കാലമല്ല, ഇനി കുഞ്ഞുഞ്ഞിൻ്റെ കാലമാണ് തിരിച്ചു വരുന്നത് എന്ന രീതിയിൽ UDF പ്രചാരണം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ വിമർശന വിധേയമാകുന്നത്. മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്ന ഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കും VD സതീശൻ അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതേപോലെ തന്നെ വിലക്ക് സമാനമായ രീതിയിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു വിലക്ക്, അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെയും വിലക്ക്. സർക്കാർ ഓഫീസുകളിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ നിന്നും അവിടെ മുൻകൂട്ടി അനുമതി വേണം. അത് PRDയിലേക്ക് പോകാൻ പോലും അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്ക് സാധ്യമല്ല എന്നതാണ് അത് വിലക്കായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശേഷം മുഖ്യമന്ത്രി മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നതാണ് എന്നുള്ളതുകൊണ്ട്